ഇനിയോ ഇനി ഖബറുണ്ടല്ലോ, അതും ഒന്നുകിൽ എങ്ങനെയാണ്? ഇമ്മാ റൗളത്തും മിൻ റിയാദിൽ ജന്ന, ഒന്നുകിൽ അത് സ്വർഗത്തിലെ തോട്ടങ്ങളിലെ ഒരു തോട്ടമാണ്. ഔ ഹുഫ്റത്തും മിൻ ഹുഫരിൻ നീറാൻ, അല്ലെങ്കിൽ അത് നരകാഗ്നിയിലെ ഒരു കുണ്ടാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബറിലെ അനുഭവങ്ങൾ, ഖബർ യാത്രക്കിടയിലെ ഒരു വീട് എന്ന എന്റെ CD വാങ്ങിയാൽ നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയും. മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രമേൽ വിശദമായിട്ടാണ് അവിടെയുള്ള നരകാനുഭവങ്ങളെ സംസാരിച്ചത്. അവന്റെ അടുക്കലേക്ക് മലക്കുകൾ വരുന്നതിന്റെ മുമ്പ് അല്ലാഹുവിന്റെ റസൂല് പറയുന്നുണ്ട്, അവന്റെ അടുക്കലേക്ക് ഭീകര സ്വരൂപിയായി വളരെ ദുർഗന്ധപൂരിതനായി ഒരു ജീവി വരും. മനുഷ്യനൊന്നും ആയിക്കൊള്ളുന്നില്ല, ഒരു ഭീകര ജീവി വരും. ഖബീഹുൽ വജ്ഹി, മുഖം വളരെ മോശമാണ്. മുൻതിനുർ റീഹ്, ദുർഗന്ധപൂരിതനാണ്. ഖബീഹുസ് സിയാബ്, വസ്ത്രമൊക്കെ വളരെ മോശമാണ്. ഇയാളിങ്ങനെ വന്നിട്ട് ഈ ഖബറിലുള്ള ആളോട് പറയുമെന്നാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ. സ്വലാത്ത് മറക്കല്ലേ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അബ്ശിർ ബിസഖത്തിൻ മിനല്ലാഹി വബിഅദാബിൻ അലീമിൻ മുഖീം. ഖബറിൽ അല്ലെങ്കിലേ ബേജാറായിരിക്കും. അപ്പോഴാണ് ഇയാൾ വന്ന് പറയുന്നത്, പടച്ചോനെ, ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മളൊക്കെ എത്ര നിസ്സാരായിട്ടത് പറയുന്നത് അല്ലേ? പഴയ കാലത്തുള്ള ഉസ്താദുമാരൊക്കെ ഇത് പറയാൻ കഴിയാതെ വിതുമ്പും, സദസ്സെല്ലാരും വിതുമ്പിപ്പോവും. കാരണം അത് ഉറപ്പുള്ള സംഗതിയാണല്ലോ. നാളെ നമ്മുടെ കാര്യം എന്താവും നമുക്ക് ഉറപ്പില്ലെങ്കിലും ഇത് ഇങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും നമുക്കില്ല. അള്ളാഹു ഈമാൻ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അങ്ങനെയുള്ള ഖബറിലെ സമയത്താണ് ഈ ദുർഗന്ധപൂരിതൻ വന്ന് പറയുന്നത്, നിനക്ക് അള്ളാന്റെ ശിക്ഷ, അള്ളാന്റെ നരകം നിനക്കുണ്ടാവോടോ എന്ന് പറഞ്ഞ് വളരെ ക്രൂരമായി ഈ ഖബറാളിയോട് സംസാരിക്കുമ്പോ ഖബറാളി ചോദിക്കും, ഇവിടെ അല്ലെങ്കിലേ ഞാൻ ബേജാറായിട്ടിരിക്കുകയാണ്, നീ ആരാന്നറിയോ? അന അമലുക്കൽ ഖബീസ്, ഞാൻ നിന്റെ ചീത്ത പ്രവർത്തനങ്ങളാണ്, നീ കേട്ട ദുഷിച്ച കാര്യങ്ങളാണ്, ഉമ്മയോട് നീ പറഞ്ഞ ദുഷിച്ച സംസാരങ്ങളാണ്, പിതാവിനോട് നീ കാണിച്ച അവഗണനയാണ്, ഭർത്താവിനോട് നീ കാണിച്ച നന്ദികേടാണ്, ഭാര്യയോട് നീ കാണിച്ച വിശ്വാസവഞ്ചനയാണ്. എല്ലാം ഇതാ അല്ലാഹു തആല എന്നെ ഈ രൂപത്തിലാക്കിയിട്ട് നിന്റെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നു എന്ന് പറയുക മാത്രമല്ല, ഈ രൂപം ഇവനെ നന്നായിട്ടടിക്കുകയും, ഹദീസിൽ കാണാം, ഒരൊറ്റ അടിയുണ്ടല്ലോ, ആ അടിയെങ്ങാനും ഒരു മലയുടെ മുകളിൽ അടിച്ചാൽ ആ മല മുഴുവൻ പൊടിയായി പോകുമെന്ന ഹദീസിൽ കാണുന്നത്. അടിയൊക്കെ കഴിഞ്ഞ് ഉറക്കെ അങ്ങ് വിളിച്ചു പറയുകയാണ്, അനിഫ്റുശൂലഹു ലൗഹൈനി മിന്നാർ, നീ മനുഷ്യന് ഇങ്ങനെ വെറുതെ കിടക്കേണ്ടവനല്ല, നരകത്തിൽ നിന്ന് 2 പലകകൾ കൊണ്ടുവരും, ആ പലകകൾ രണ്ടും ഇവനെ നരകത്തിൽ വെച്ച് കരിക്കൂ എന്ന് ആ മനുഷ്യൻ വിളിച്ചു പറയുമെന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ. തന്നെയുമല്ല, അനിഫ്തഹൂ ലഹു ബാബം മിന്നാർ, നരകത്തിലെ ഒരു കവാടം ഈ മനുഷ്യന് തുറന്നു കൊടുക്കൂ എന്ന് മലക്കുകൾ പറയുമെന്ന് അദരവ എന്ന് ആ ചീത്ത പ്രവർത്തനത്തിലായി വന്ന ആ രൂപം പറയുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. മനസ്സ് കണ്ടൊരു ഷഹാദത്ത്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനന്നാർ. ഒന്നുകൂടെ മനസ്സറിഞ്ഞ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനന്നാർ. അപ്പൊ ഖബറിൽ നിന്നും നരകാനുഭവം, തീ വരും, അവിടെ നരകത്തിലെ തീ അനുഭവിക്കേണ്ടി വരും. ഇനി വിചാരണയാണെങ്കിലോ അവിടെ ഇതിനേക്കാൾ കഠിനമായിരിക്കുമല്ലോ. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലല്ലേ അവര് പറയുന്നത്, യാ വൈലനാ
മൻ ബഅസനാ മിൻ മർഖദിനാ. അങ്ങനെയാ പറയുന്നത്. ഖബറിന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് വരുമ്പോ അതുവരെ അനുഭവിച്ച ശിക്ഷയൊന്നും ഒന്നുമല്ല. അള്ളാഹു കാക്കുമാറാകട്ടെ. അവൻ പറയുന്നത് എന്താ? യാ വൈലനാ, നാശമേ, കഷ്ടമേ, മൻ ബഅസനാ മിൻ മർഖദിനാ. ആ ശിക്ഷ കാണുമ്പോ അവൻ കരുതുകയാണ്, ഇതുവരെ ഞാൻ ഉറങ്ങുകയായിരുന്നുവെന്ന്. ആരാ ഞങ്ങളെ ഈ ഉറക്കറയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചത്? സൂറത്ത് യാസീനാണ്. അപ്പോഴോ നല്ലവര് പറയും അത് ഉറങ്ങുകയായിരുന്നില്ല. ഹാദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ. അല്ലാഹുവേ, ഈ കണ്ണിയത്ത് ഉസ്താദിന്റെ നഗരിൽ ഒരുമിച്ച് കൂടിയ ഞങ്ങൾക്കെല്ലാവരെയും അങ്ങനെ പറയുന്നവരിൽ നീ ഉൾപ്പെടുത്തണേ റബ്ബേ. അല്ലാഹുവേ, നീ തൗഫീഖ് ചെയ്യണേ നാഥാ. അതാണ് വിചാരണയുടെ വേള എന്നുള്ളത്. ബേജാറ് പോയ കാലാണ്, പേടില്ലാത്ത കാലാണ്. മറുപടി പറയാം, ആൾക്കാരുടെ മുമ്പിൽ അതേ പേടിയുള്ളൂ. പോലീസിന്റെ മുമ്പിൽ പേടിയാണ്, ജനങ്ങളുടെ മുമ്പിൽ പേടിയാണ്. എന്നാൽ അല്ല പറയുന്നത് കേൾക്കൂ നിങ്ങൾ. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ മാ യഅതീഹിം മിൻ ദിക്രിൻ മിർ റബ്ബിഹിം മുഹ്ദസ് ഇല്ലാ സമിഅ്തുമൂഹു വഹും യൽഅബൂൻ ലാഹിയതൻ ഖുലൂബുഹും. അല്ലാഹ് പറയാണ്, മനുഷ്യ നമ്മുടെ ഒക്കെ അവസ്ഥയായി പറഞ്ഞത്. ഇത് എന്നെ കുറിച്ചാണ്, അങ്ങനെ വിചാരിച്ചാൽ മതി. എന്താ പറഞ്ഞത്? ജനങ്ങൾക്കിതാ വിചാരണ വരാൻ പോകുന്നു. റബ്ബിന്റെ മുമ്പിൽ കൈകെട്ടി ഉത്തരം പറയേണ്ട, നരകം കൺമുൻപിൽ കാണിച്ചുകൊണ്ട് ഉത്തരം പറയേണ്ട, അല്ലെ? നരകം ഇങ്ങനെ കൺമുമ്പിൽ കാണുകയാണ്. അതാ വന്നിരിക്കുന്നു നരകം. യുക്താ ബിജഹന്നം. അന്ന് നരകത്തെ കൊണ്ടുവരുന്നു. ബിസബ്ഈന അൽഫി സിമാം. മഹ്ശറിലേക്ക് 70,000 കൊളുത്തുകളുമായി കൊണ്ടുവരികയാണ്. മഅ കുല്ലി സിമാമിൻ 70 അൽഫി മലക്. എല്ലാ കൊളുത്തുകളോടെയും, എല്ലാ കൊളുത്തിന്റെ കൂടെയും 70,000 മലക്കുകളുണ്ട്. അത് വലിയ അട്ടഹാസവുമായി, വലിയ ബേജാറുമായി, വലിയ വിളിയാളവുമായി നരകം ഇങ്ങനെ വരുമ്പോൾ യഖൂലു യാ ലൈതനി ഖദ്ദംതു ലി ഹയാതി. യഖൂൽ, അവൻ പറയുകയാണ്, യാ ലൈതനി ഖദ്ദംതു ലി ഹയാതി. പടച്ചോനെ, ഞാൻ നല്ലത് വല്ലതും മുമ്പേ ചെയ്തിരുന്നുവെങ്കിൽ അല്ലാ. അതാണ് അല്ലാഹ് പറയുന്നത്. ദാവാനായിരിക്കുന്നു ഈ സമയം, ദാവാൻ അടുത്തിരിക്കുന്നു. പക്ഷേ വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. അവരൊക്കെ അശ്രദ്ധയിലാണ്. അവർ ഫൈനൽ കാണാൻ കാത്തിരിക്കുകയാണ്. അവർ 2 മണിക്കൂർ ടിവിയുടെ മുമ്പിൽ ഇരിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. അവരാരാണ് കൂടുതൽ ഗോളടിക്കുന്നത് എന്ന് നോക്കാൻ കാത്തിരിക്കുകയാണ്. അവർ റിയാലിറ്റി ഷോകളുടെ മുമ്പിലാണ്, അവർ ഗാനമേളകളുടെ മുമ്പിലാണ്, അവർ അനാവശ്യമായ സംസാരത്തിന്റെ മേലിലാണ്. മുഅ്രിദൂൻ, അവർ തിരിഞ്ഞു കളയുന്നതാണ്. അല്ലാഹുവിൽ നിന്ന് എന്തൊരു ഉപദേശമാണോ അവർക്ക് വരുന്നത്, വഹും യൽഅബൂൻ. അവർക്ക് കളി, വിനോദം, തമാശ, ഇതല്ലാതെ എന്താണുള്ളത്? അല്ലേ? നമ്മൾ അത് പേടിക്കണം. അവിടെ ഒന്നുകിൽ സ്വർഗമാണ്, അല്ലെങ്കിൽ നരകമാണ്. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ. അണുമണി തൂക്കം നന്മയുണ്ടെങ്കിൽ കാണുന്ന സമയമാണ്. എന്നാലോ നേരെ തിരിച്ചും, വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. എന്ത് തെറ്റുണ്ടെങ്കിലും അതും കാണുന്ന സമയമാണ്. അല്ലാഹു അതൊക്കെ പൊറുക്കുവാൻ നമുക്ക് നമ്മിൽ നിന്ന് അല്ലാഹു തആല അതൊക്കെ പൊറുത്തു തരുമാറാകട്ടെ. വിചാരണയുടെ വേള, സ്വർഗാനുഭവങ്ങൾ. ആരുടെ തുലാസാണോ അള്ളാഹുവിന്റെ മുമ്പിൽ കനം തൂകുന്നത്, അവൻ അവൻ നല്ല സുഖകരമായ ജീവിതത്തിലാണ്. എന്നാൽ
ഖഫ്ഫത് മവാസീനു, ആരുടെ തുലാസാണോ നിസ്കാരമില്ല, നോമ്പില്ല, സ്വതക്കയില്ല, സൽക്കർമ്മമില്ല, സത്യം പറഞ്ഞിട്ടില്ല, അങ്ങനെ ആരുടെ തുലാസാണോ കനം കുറഞ്ഞു പോകുന്നത്, ഫഉമ്മുഹു ഹാവിയ വമാ അദ്റാക മാ ഹിയ നാറുൻ ഹാമിയ, പിന്നെ അവന് വലിയ നരകമാണ്, കത്തിജ്വലിക്കുന്ന തീഗോളങ്ങളുടെ വലിയ കേന്ദ്രമായ നരകമാണ്. മനുഷ്യരെ, നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുന്നത് പോലെയല്ല നരകം, ആ നരകമാണ്. എന്തൊരു രംഗായിരിക്കും അല്ലേ, മനുഷ്യന്മാർക്ക് ഓർക്കാൻ പോലും കഴിയില്ല എന്നാണ്. മലക്കുകൾ ഇങ്ങനെ തള്ളുന്നു, പിടിക്കുന്നു, വലിക്കുന്നു, തീ കൊണ്ടുള്ള കുപ്പായം അണിഞ്ഞിരിക്കുന്നു, അങ്ങനെയൊക്കെയാണ് അല്ലേ. ആളുകൾ ഇങ്ങനെ മുട്ടുകുത്തിയിരിക്കുന്നു. സൂറത്തുൽ ജാസിയ, ആ സൂറത്തിന്റെ പേര് തന്നെ മുട്ടുകുത്തിയിരിക്കുന്ന അവസ്ഥ എന്നാണ്. വതറാ കുല്ല ഉമ്മത്തിൻ ജാസിയതം മിനൽ ഹൗൽ. എന്ത് ഭയങ്കര ഷോ ആയിരിക്കും അല്ലാഹ് മഹ്ശറിൽ കൊണ്ടുവരിക. മലക്കുകള്, ഭീകരന്മാര്, സ്വർഗം, നരകം, ഇങ്ങനെ സാക്ഷികളെല്ലാം അല്ലേ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, നമുക്കെന്തൊക്കെ നന്മയാണ് അള്ളാന്റെ മുമ്പിൽ പറയാനുണ്ടാവുക എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം.